ഫ്രണ്ട്സ്, നമ്മളിന്ന് റാസൽഖൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനായിട്ട് പോകുന്നത്. അതായത് ദുബായിലെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും, ദുബായിലെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ സംശയം തോന്നും. പക്ഷെ അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെയുണ്ട്. അവിടെ ഫ്ലെമിംഗോസിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതും കൃത്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാക്സിയാണ് പിടിച്ചത്. കാരണം ബസ്സിന് അങ്ങോട്ട് പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ടാക്സി പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഒരു ഔട്ട്സൈഡ് ഏരിയ ആണ്, കറക്റ്റ് സിറ്റി അല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഇവിടെ നമ്മൾ ഇങ്ങനൊരു ഏരിയ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അധികം സൗണ്ടിൽ സംസാരിക്കാനായിട്ട് പറ്റില്ല, സൗണ്ട് കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കൂടെ ഒത്തിരി മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ആരും നോക്കാനൊന്നുമില്ല, പക്ഷേ അവിടെ ഒക്കെ കൃത്യമായിട്ട് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രോൺസ് പറപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സംസാരിക്കാൻ പാടില്ല, വലിയ സൗണ്ടിൽ സംസാരിക്കാൻ പാടില്ല, ഫുഡും കാര്യങ്ങളൊന്നും അലോടല്ല, ഫീഡിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനെ ഉള്ളിലേക്ക് പോവുകയാണ്. ഫ്ലമിംഗോസ് മാത്രമല്ല, നമുക്ക് ഒത്തിരി ബേർഡ് വാച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ ഫ്ലെമിംഗോസ് ഇവിടെ നിരനിരയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട്. ഇതൊന്നുമല്ല, ഇത് കൂടുതലുണ്ട്. എല്ലാവരും നമ്മൾ ഈ ദൂരെ കാണുന്ന മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക, രാത്രി റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതുക്കെ രാവിലെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സെക്ഷൻ, ഓരോ ഗ്രൂപ്പുകാർ പറന്ന് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഇരുന്ന് ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. പക്ഷേ വരുന്ന ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും സൗണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല രസമാണ്. ഒരു ബേർഡ് വാച്ചിങ് നല്ല എക്സ്പീരിയൻസ് ആണിത്. നല്ല ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലെമിംഗോസിനെ നേരിട്ട് കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ സൂവിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ളതല്ലാണ്ട് കാണുന്ന ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഇതൊരു നല്ല പിങ്ക് കളറുള്ള ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് വീഡിയോയ്ക്കകത്ത്
ഈ ഒരു മോഡലിലാണ് കാണുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അത്രയും ദൂരത്തേക്ക് എത്തുന്നില്ല. അത്യാവശ്യം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുങ്ങൾക്കും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നല്ല കൃത്യമായിട്ടിരിക്കാം കേട്ടോ. നന്നായിട്ട് കാഴ്ചകൾ കാണാം. ഇവരുടെ ചുണ്ടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അരുവാൾ പോലെ ഇരിക്കുന്ന ചുണ്ടാട്ടോ. വളഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ചുണ്ടാണ്. എന്നിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കുകയും വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ചെറിയ പ്രാണികളെയോ മീനുകളെയൊക്കെ തപ്പി തിന്നുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഫ്ലെമിംഗോസ് എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷിയാണ്. ഈ ഒരു ഏരിയാസിൽ ഒരു ഒക്ടോബർ മുതൽ ഒരു മാർച്ച് വരെയുള്ള സമയങ്ങളിൽ സ്ഥിരമായിട്ട് ഇവിടെ ഫ്ലെമിംഗോസിനെ കാണാറുണ്ട് എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ഫ്ലെമിംഗോസ് വന്ന് മാസം ഉറപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ഒരു ഏരിയ അവർ നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ നല്ലൊരു വൃത്തികെട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും. കാരണം ഈ കണ്ടത്തിലെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും. വയലിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അതിന് നാച്ചുറലായിട്ട് അവർ പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ഏരിയ. അതുകൊണ്ട് ആൾക്കാരാണേലും വന്ന് വേസ്റ്റ് ഒന്നും ഇട്ടോ അല്ലെങ്കിൽ സൗണ്ട് കൊണ്ട് വൃത്തികേടോ അല്ല പൊല്യൂട്ടഡ് ആക്കാതെയോ അല്ലെങ്കിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ഏരിയ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് നമ്മൾ കൂളായിട്ടിരുന്ന് നമ്മൾ ബേർഡ് വാച്ചിങ് നടത്താൻ പറ്റുന്നതാണ്. വെയിലടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. എൻട്രി ഫീസ് ഒന്നുമില്ല. എൻട്രി ഫ്രീ ആണ്. പക്ഷെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. As the chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. Running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. നമ്മൾ ഫ്ലെമിംഗോസിൻ്റെ കാഴ്ചകൾ കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മൊബൈലിൽ എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നു. ബൈനോക്കുലറിൽ കൂടെയാണ് കൂടുതൽ വിഷ്വൽസൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ നല്ല ഐഡിയ കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം വൃത്തികേടാവുമില്ല, ആൾക്കാർ വൃത്തികേടാക്കുകയില്ല. പിന്നെ ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു ഫോറസ്റ്റിലെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മളെ അനങ്ങാൻ വിടാണ്ട് ഇവിടെ കൃത്യമായിട്ട് ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ചെയ്യുന്നൊരു പരിപാടിയെ നല്ല അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.